ഹലോ വെൽക്കം ടു വിങ്സ് അക്കാദമി. അപ്പോൾ വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് ക്ഷീണിച്ച് അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിരിക്കുന്ന സമയമായിരിക്കും അല്ലേ? പക്ഷേ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? നമുക്ക് ഇനി SLC വരാൻ പോകണം, 9ാം ക്ലാസ്സുകാർക്കായാലും മാനുവൽ എക്സാം ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്ത്? നോട്ടീസ്. അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അധികം നേരം സംസാരിച്ചിരിക്കാണ്ട് വേഗം നോട്ടീസിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നോട്ടീസിന്റെ സ്റ്റെപ്സ് ഫസ്റ്റ് പറഞ്ഞു തരാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോട്ടീസിന്റെ ഒരു മോഡൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മക്കളെ നോട്ടീസിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മാറാം. ഓക്കെ, ഇതാണ് നോട്ടീസിന്റെ സ്റ്റെപ്സ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുള്ളവരൊക്കെ ഒന്ന് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറയാം. ഫസ്റ്റ് വൺ ആണ് എന്ത്? നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് എവിടെയാണോ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്, പ്രോഗ്രാം നടക്കുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നോട്ടീസ് എഴുതാൻ പറയാം. അപ്പൊ എവിടെയാണോ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ആ ഒരു സ്ഥലത്തിന്റെ പേര്, ആ ഒരു ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഹെഡിങ്. ഹെഡിങ് അവിടെ എന്താ പറയുന്നുണ്ട്? ഓൾറെഡി പറയുന്നത് എന്താണ്? സബ്ജക്ട് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? എന്ത് പ്രോഗ്രാം ആണോ നടക്കുന്നത്, എന്ത് പ്രോഗ്രാം ആണോ നടക്കുന്നത് അതാണ് എന്ത്? നമ്മുടെ ഹെഡിങ്. നെക്സ്റ്റ് വൺ എന്താണ്? സല്യൂട്ടേഷൻ. എന്താണ് ഈ സല്യൂട്ടേഷൻ എന്ന് വെച്ചാൽ? സല്യൂട്ടേഷൻ ദാറ്റ് മീൻസ് ലൈക്ക് നമ്മൾ ഇങ്ങനെ പറയില്ലേ, ഡിയർ ഫ്രണ്ട്സ്, റെസ്പെക്റ്റഡ് സാർ, അതൊക്കെ പറയില്ലേ. നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിലും ഉള്ളതാണ് അല്ലേ? ഇപ്പൊ നോട്ടീസിലായാലും ഒരു ലെറ്ററിലായാലും ഒക്കെ എന്തുണ്ട്? സല്യൂട്ടേഷൻ ഉണ്ട്. നെക്സ്റ്റ് എന്താ? ഇൻട്രൊഡക്ഷൻ, സബ്ജക്ട് മാറ്റർ. അതായത് നമ്മൾ ഒരു സംഭവം എഴുതി തുടങ്ങുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ആ ഇൻട്രൊഡക്ഷൻ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ പറഞ്ഞു തരാം. നെക്സ്റ്റ് ഡേറ്റ്, ടൈം, വെന്യൂ ഓഫ് ദി ഇവന്റ്. അതായത് എവിടെയാണ്, ഡേറ്റ് വേണം, എന്നാണ്, എപ്പോഴാണ്, എവിടെയാണെന്നുള്ളത് എന്തിൽ കറക്റ്റ് ആയിട്ട് വേണം? നോട്ടീസിൽ കറക്റ്റ് ആയിട്ട് വേണം. നെക്സ്റ്റ് എന്താ? ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയില്ലേ, ഓൾ ആർ വെൽക്കം എന്നൊക്കെ പറയില്ലേ, അതാണ് എന്ത്? ഇൻവിറ്റേഷൻ എന്ന് പറയണം. നെക്സ്റ്റ് എന്താണ്? പ്രോഗ്രാം ഡീറ്റെയിൽസ്. അപ്പോൾ ഈ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താണ്? പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതിയില്ലെങ്കിൽ മാർക്ക് കൊടുക്കും. പക്ഷേ നമ്മൾ 9ൽക്കും 10ൽക്കും കടക്കുമ്പോൾ എന്താ പറ്റണേ? നമുക്ക് പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതിയില്ലെങ്കിൽ ടീച്ചേഴ്സ് ഫുൾ മാർക്ക് തരില്ല. കുറെ കുട്ടികൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതി ഞാൻ കാണാറുമില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എല്ലാ കുട്ടികളോടും പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു, പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്തായാലും എഴുതണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു. പ്രോഗ്രാം ഡീറ്റെയിൽസിൽ എന്തൊക്കെ വരുന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഡേറ്റ് ആൻഡ് ദി പ്ലേസ് ഓഫ് ദി നോട്ടീസ് ഇഷ്യൂവൻസ്. അതായത് എന്നാണ് ഈ ഒരു നോട്ടീസ്, അതായത് നോട്ടീസ് പ്രിന്റ് എടുക്കുമല്ലോ, പ്രിന്റ് എടുത്ത ഡേറ്റ് ആണ് വേണ്ടത്. നെക്സ്റ്റ് എന്നാണോ ആ ഒരു നോട്ടീസ് വിതരണം ചെയ്തല്ലേ പ്രിന്റ് എടുത്തത്, ആ ഒരു ഡേറ്റ് ആണ് പിന്നെ വേണ്ടത്. നെക്സ്റ്റ് എന്താണ്? സിഗ്നേച്ചറി ഓർ നോട്ടീസ് ഇഷ്യൂയിങ് അതോറിറ്റി. എന്താണ് ആ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണോ, ഏത് അതോറിറ്റി ആണോ, ഏത് ക്ലബിന്റെ കീഴിലാണോ എന്നുള്ളത് എഴുതാം. ചിലപ്പോൾ ക്ലബ് ആയിരിക്കില്ല, സ്കൂൾ ആയിരിക്കും, അപ്പോൾ ആ ഒരു സ്കൂൾ മാനേജ്മെന്റിനോ അങ്ങനെ എന്തെങ്കിലും എഴുതാം. പിന്നെ ഈ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് SLCക്ക് ഒപ്പിടാനൊന്നും പാടില്ല. നിങ്ങളുടേതായ ഒരു രേഖകളും എന്തിൽ പാടില്ല? SLCക്ക് 9ാം ക്ലാസ്സുകാർക്ക് വലിയ വിഷയമില്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒപ്പിട്ടാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ SLCക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? ഒപ്പിടാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് നമുക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് മാറി നിൽക്കാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണേ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കണോ? അപ്പൊ നമുക്ക് ഇനി അടുത്തത് എങ്ങനെയാണ് നോട്ടീസ് എഴുതാന്നുള്ളതിലോട്ട് പോവാം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് തന്നെ എന്ത് എഴുതണം? നോട്ടീസിന് വെൽഡാക്കി ഒരു ഹെഡിങ് കൊടുക്കുക. നോട്ടീസിന് എന്ത് ചെയ്യണം? വെൽഡാക്കി ഒരു ഹെഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറയണ പോലെ തന്നെ നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതാണ് ഇവിടെ തന്നെ കൊടുത്തേക്കുന്നത്. എന്താണ്? ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ പേര്. ഇവിടെ ഇതൊരു സ്കൂളിലാണ് നടക്കുന്നത്. ABC സ്കൂൾ തൃശ്ശൂർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷ് ക്ലബ് ABC സ്കൂൾ തൃശ്ശൂർ. എന്തായിരിക്കും ഈ ABC സ്കൂൾ എന്ന് കൊടുക്കാൻ കാരണം ഈ 10ാം ക്ലാസ്സുകാർക്കാണ് അത് കൂടുതൽ ഇമ്പോർട്ടന്റ്. അതായത് നിങ്ങളുടേതായ ഒരു ഡീറ്റെയിൽസും എന്തിൽ പാടില്ല? ആൻസർ ഷീറ്റിൽ പാടില്ല. അതുകൊണ്ട് എന്താണ് ABC സ്കൂൾ എന്ന് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? അപ്പോ നെക്സ്റ്റ് ആണ് സബ്ജക്ട്. ഇവിടെ സബ്ജക്ട് എന്താണ്? ലിറ്റററി ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്. ഇംഗ്ലീഷ് ക്ലബിന്റെ കീഴിൽ ABC സ്കൂളിൽ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സബ്ജക്ട് എന്താണ്? ലിറ്റററി ഫെസ്റ്റിവൽ ആണ് സബ്ജക്ട്. നെക്സ്റ്റ് വൺ ആണ് എന്ത്? നേരത്തെ നമ്മൾ പറഞ്ഞ സല്യൂട്ടേഷൻ. കണ്ടോ? സല്യൂട്ടേഷൻ എന്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്? ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഈ സല്യൂട്ടേഷൻ എന്തിൽ വേറെ എന്തിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്? ലെറ്ററിൽ സല്യൂട്ടേഷൻ കണ്ടിട്ടില്ലേ? ഇല്ലേ? പിന്നെ എന്താണ്? ഈ നോട്ടീസിൽ കാണാം, ഇമെയിലിലേക്ക് കാണാം, സല്യൂട്ടേഷൻ കാണാം. നെക്സ്റ്റ് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞില്ലേ? എന്താണ്? ആ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതണം നോക്കിക്കോട്ടോ.
അത് മെയിൻ പാർട്ടാണ്. നോക്കിക്കോ. English Club of ABC School Thrissur has decided to conduct a literary festival on 3rd December 2024. കണ്ടോ, ഈ ഒരു has decided to conduct ഈ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ അങ്ങോട്ട് പഠിച്ചു വെക്കാം. നോക്കിയേ, has decided to conduct എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഏതൊരു നോട്ടീസ് വന്നാലും നമുക്ക് ഈ ഒരു സെന്റൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ്, ഇംഗ്ലീഷ് ക്ലബ് ഓഫ് ABC സ്കൂൾ തൃശ്ശൂർ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എന്താണ് ലിറ്റററി ഫെസ്റ്റിവൽ. എന്നിട്ട് എന്താണ്, ആ ഒരു ഡേറ്റിന് മുമ്പ് ഓൺ കൊടുക്കുക. ഡേറ്റിന് മുമ്പ് എന്ത് കൊടുക്കുക, ഓൺ കൊടുക്കുക. ഓൺ 3rd December 2024. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, റസ്കിംഗ് ബോൺ ദി ഫേമസ് ഓതർ വിൽ ഇനാഗ്രേറ്റ് ദി ഫംഗ്ഷൻ. നമുക്ക് വേണമെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ഓതറിന്റെ പേരോ ഒരു ആക്ടറിന്റെ പേരോ അങ്ങനെ ആരെങ്കിലും പേര് കൊടുത്തിട്ടുണ്ടാവും. അത് കൊടുത്തിട്ടില്ല, ഇതാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, റസ്കിംഗ് ബോൺ ദി ഫേമസ് ഓതർ വിൽ ഇനാഗ്രേറ്റ് ദി ഫംഗ്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഡേറ്റ് ടൈം വെന്യൂ ഓഫ് ദി ഇവന്റ്. അത് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് എന്താണ് കൊടുത്തേക്കണം, 3rd December 2024. ടൈം എപ്പോഴാണ്, 10 AM. നെക്സ്റ്റ് എന്താ, വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഇത്രയും സംഭവങ്ങൾ കൊടുക്കാം. ലാസ്റ്റ് നോക്കിയേ, ഇൻവിറ്റേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ആ ഇൻവിറ്റേഷൻ ആണ് ഇവിടെ എഴുതിയേക്കണത്. നമ്മൾ എപ്പോഴും എല്ലാവരും എഴുതുന്ന ഒരു ടിപ്പിക്കൽ സെന്റൻസ് ആണ് എന്ത്, ഓൾ ആർ വെൽക്കം എന്നുള്ളത്. അത് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആവണ്ടേ. അതിന് വേണ്ടിയിട്ട് ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് എന്ന് എഴുതാം. എന്താണ്, ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മാറി, നിങ്ങൾ വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ഓക്കെ, എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇത്രയാണെന്ത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു നോട്ടീസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയാണ്. ഇത്രയും എഴുതിയാൽ 6 മാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. 6 മാർക്കിന്റെ നോട്ടീസ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 3 മാർക്ക് കിട്ടും. പക്ഷേ ആ 6 മാർക്ക് മൊത്തം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തും കൂടി എഴുതണം, പ്രോഗ്രാം ഡീറ്റെയിൽസ് കൂടി എഴുതണം. എന്തെഴുതണം, പ്രോഗ്രാം ഡീറ്റെയിൽസ് കൂടി എഴുതണം. അപ്പൊ ഈ പ്രോഗ്രാം ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് എന്ത്, പ്രോഗ്രാം ഡീറ്റെയിൽസിന്റെ സ്ട്രക്ചർ. ഇതാണെന്ത്, പ്രോഗ്രാം ഡീറ്റെയിൽസിന്റെ സ്ട്രക്ചർ. അപ്പൊ എന്താ ചെയ്യുക, പ്രോഗ്രാം ഡീറ്റെയിൽസിന് ഒരു ഹെഡിങ് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ നോട്ടീസിനൊക്കെ ഹെഡിങ് കൊടുത്ത പോലെ പ്രോഗ്രാം ഡീറ്റെയിൽസിന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് എന്തൊരു പരിപാടി ആണെങ്കിലും ഫസ്റ്റ് ആണ് പ്രയർ അല്ലേ, അതെന്നായിരിക്കും ഇവിടെ, എന്തായിരിക്കും, പ്രയർ. പ്രയറിന്ന് നമുക്ക് ഇപ്പോൾ ആരെങ്കിലും പാട്ട് പാടണമെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചില ഒരു പേരൊക്കെ എഴുതി വെക്കും. പക്ഷേ കൂടുതൽ നമുക്ക് എഴുതാൻ നല്ലത് എന്താണ്, സ്കൂൾ കൊയർ ആണ്. കൂടുതൽ എഴുതാൻ ഏതാണ് നല്ലത്, സ്കൂൾ കൊയർ ആണ്. നെക്സ്റ്റ് എന്താണ്, വെൽക്കം സ്പീച്ച്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരുടെ പേര് വേണമെങ്കിലും എഴുതാം, പ്രിൻസിപ്പളോ സ്കൂൾ ലീഡറോ ആരാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും എഴുതാത്തത്. ഓക്കെ, പിന്നെന്താ, പ്രസിഡൻഷ്യൽ അഡ്രസ്. പ്രസിഡൻഷ്യൽ അഡ്രസ്. നെക്സ്റ്റ് എന്താണ്, ഇനാഗ്രേഷൻ, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, അപ്പൊ എന്താണ്, വെൽക്കം സ്പീച്ച്, പ്രയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനാഗ്രേഷൻ, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. ഇതാണ് എന്ത്, അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രോഗ്രാം ഡീറ്റെയിൽസിന്റെ സ്ട്രക്ചർ ഇതാണ്. ഇതേ ഓർഡറിൽ തന്നെ പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതിയും പോകണം. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡേറ്റ് ഉണ്ടോ, ഈ ഒരു ഡേറ്റ് അന്ന് ആ ഒരു പരിപാടി നടക്കുന്ന ഡേറ്റ് അല്ല. ഓക്കെ, അന്ന് ആ ഒരു പരിപാടി നടക്കുന്ന ഡേറ്റ് അല്ല, പകരം ഇത് ഏത് ഡേറ്റ് ആണ്, ആ ഒരു നോട്ടീസ് പ്രിന്റ് ചെയ്ത ഡേറ്റ് ആണ് എന്ത്, ഇവിടെ ഈ കാണുന്നത്. ലാസ്റ്റ് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെക്രട്ടറി, അതായത് ഏത് ഓർഗനൈസേഷനിൽ ഏത് അതോറിറ്റി ആണോ ഈ ഒരു നോട്ടീസ് അച്ചടിച്ചത്, ഈ ഒരു നോട്ടീസ് ഇറക്കിയത്, അവരുടെ ആ ഒരു പേര് കണ്ടോ, സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ഇടാം, പക്ഷെ 10ാം ക്ലാസ്സുകാർക്ക് സൈൻ ഇടാനായിട്ട് പാടില്ലാത്തത് കൊണ്ട് അവരിടണ്ട, ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, പിന്നെ ഇത് എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു ബോക്സ് വരച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം. ഒരു ബോക്സ് വരച്ച് എഴുതാനായിട്ട് എല്ലാവരും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.